Dear students, today we are going to discuss a theorem. ഈ തിയറത്തിൽ ഡീറ്റൂർ റേഡിയസും ഡീറ്റൂർ ഡയമീറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് പറയാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫോർ എവരി നോൺ ട്രിവിയൽ കണക്റ്റഡ് ഗ്രാഫ് ജി, ഡീറ്റൂർ റേഡിയസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡീറ്റൂർ ഡയമീറ്റർ. അതുപോലെ തന്നെ ഒരു പാർട്ടും കൂടിയുണ്ട്. ഡീറ്റൂർ ഡയമീറ്റർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു ഡീറ്റൂർ റേഡിയസ്. അപ്പോൾ ഇതിന് രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡീറ്റൂർ റേഡിയസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡീറ്റൂർ ഡയമീറ്റർ. ഇത് വളരെ ക്ലിയർ ആണ്, കാരണം ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്കത് ക്ലിയർ ആണ്. എന്തായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ? ഡീറ്റൂർ എക്സെൻട്രിസിറ്റീസിൽ വെച്ച് മിനിമം വാല്യൂ ആണ് ഡീറ്റൂർ റേഡിയസ്. അതുപോലെ തന്നെ ഡീറ്റൂർ എക്സെൻട്രിസിറ്റീസിൽ വെച്ച് മാക്സിമം വാല്യൂ ആണ് ഡീറ്റൂർ ഡയമീറ്റർ. അപ്പോൾ തീർച്ചയായിട്ടും മിനിമം വാല്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം വാല്യൂ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഡീറ്റൂർ റേഡിയസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡീറ്റൂർ ഡയമീറ്റർ എന്നുള്ള ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് ഡെഫിനിഷനിൽ നിന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് ആ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യണം. അതായത് ഡീറ്റൂർ ഡയമീറ്റർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു ഡീറ്റൂർ റേഡിയസ് എന്നുള്ള ഭാഗം പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പം നമ്മൾ രണ്ട് വെർട്ടക്സുകൾ യുവും വിയും ചൂസ് ചെയ്യുന്നു. എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? യുവും വിയും തമ്മിലുള്ള ഡീറ്റൂർ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ജി ആയിട്ട് വരുന്ന രീതിയിൽ ചൂസ് ചെയ്യുക. മനസ്സിലായോ? അതായത് ഡീറ്റൂർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി ഈസ് ഈക്വൽ ടു ഡീറ്റൂർ ഡയമീറ്റർ ഓഫ് ജി. ഡീറ്റൂർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡീറ്റൂർ എക്സെൻട്രിസിറ്റീസിൽ വെച്ച് മാക്സിമം വാല്യൂ. ഡീറ്റൂർ എക്സെൻട്രിസിറ്റി എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ഒരു വെർട്ടക്സിൻ്റെ ഡീറ്റൂർ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ആ വെർട്ടക്സിൽ നിന്നും നമ്മൾ ബാക്കിയുള്ള എല്ലാ വെർട്ടക്സുകളിലേക്കുള്ള ഡീറ്റൂർ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ മാക്സിമം വാല്യൂ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡയമീറ്റർ ഓഫ് ജിയോട് ഈക്വൽ ആകുന്ന ഡീറ്റൂർ ഡിസ്റ്റൻസ് ഉള്ള രണ്ട് വെർട്ടിസസ് ആണ് യുവും വിയും. മനസ്സിലായോ? ആ ഗ്രാഫിൻ്റെ ഡീറ്റൂർ ഡയമീറ്ററിനോട് ഈക്വൽ ആകുന്ന ഡീറ്റൂർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന രണ്ട് വെർട്ടക്സുകളാണ് യുവും വിയും. ഇനി അതുപോലെ തന്നെ ഒരു വെർട്ടക്സും കൂടെ നമുക്ക് ചൂസ് ചെയ്യണം. അതിനെ ഡബ്ല്യു എന്ന് വിളിക്കാം. ഡബ്ല്യു നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഡബ്ല്യുവിൻ്റെ ഡീറ്റൂർ എക്സെൻട്രിസിറ്റി നമ്മുടെ ഗ്രാഫിൻ്റെ ഡീറ്റൂർ റേഡിയസ് ആയിട്ട് കിട്ടണം. അതായത് നമുക്കിപ്പോൾ ഡീറ്റൂർ ഡയമീറ്ററിനോട് ഈക്വൽ ആകുന്ന ഡിസ്റ്റൻസ് ഉള്ള രണ്ട് വെർട്ടക്സുകളും ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഡീറ്റൂർ റേഡിയസിനോട് ഈക്വൽ ആകുന്ന എക്സെൻട്രിസിറ്റി ഉള്ള ഒരു സിംഗിൾ വെർട്ടക്സും ചൂസ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ആ മൂന്ന് വെർട്ടക്സുകൾ നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ട്. യു, വി, ഡബ്ല്യു. അപ്പോൾ അതിൻ്റെ മൂന്നിൻ്റെയും ചോയ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡീറ്റൂർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് എക്സ്. അപ്പോൾ ഡീറ്റൂർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡബ്ല്യുവിൽ നിന്നും എക്സിലേക്കുള്ള അല്ലെങ്കിൽ എക്സിൽ നിന്നും ഡബ്ല്യുവിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്തിൻ്റെ ലെങ്ത് വിച്ച് ഈസ് ഡെഫിനറ്റ്ലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡീറ്റൂർ എക്സെൻട്രിസിറ്റി ഓഫ് ഡബ്ല്യു. ഡീറ്റൂർ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്തരം ഡിസ്റ്റൻസുകളിൽ വെച്ച് ഏറ്റവും വലിയ വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊരു സിംഗിൾ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും അത് എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം വാല്യൂ ആണല്ലോ. മനസ്സിലായോ? ഒരു വെർട്ടക്സിൻ്റെ ഡീറ്റൂർ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ആ വെർട്ടക്സിൽ നിന്നുള്ള എല്ലാ ഡീറ്റൂർ ഡിസ്റ്റൻസുകളിൽ വെച്ച് മാക്സിമം വാല്യൂ ആണ്. ഈ ഡി ഓഫ് ഡബ്ല്യു എക്സ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഡീറ്റൂർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഏതോ ഒരു എക്സിലേക്കുള്ള ഡീറ്റൂർ ഡിസ്റ്റൻസ് ആണ്. അത് മാക്സിമം തരുന്നതാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡീറ്റൂർ എക്സെൻട്രിസിറ്റി ആയിരിക്കും. അപ്പോൾ ഡീറ്റൂർ എക്സെൻട്രിസിറ്റി ഓഫ് ഡബ്ല്യു നമ്മൾ എന്തായിട്ടാണ് ചൂസ് ചെയ്തത്? ഡീറ്റൂർ റേഡിയസ് ആയിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അത് ആക്ച്വലി ഈക്വൽ ആണ്, എന്നാലും ഇവിടെ ജസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ അവിടെയും ഒരു ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അത് ഈക്വൽ ടു എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ്. ശരിയല്ലേ? അപ്പം എല്ലാ എക്സുകളിലേക്കും ഡബ്ല്യുവിൽ നിന്നുള്ള ഡീറ്റൂർ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡീറ്റൂർ റേഡിയസ് ഓഫ് ദി ഗ്രാഫ് എന്നാണ് കിട്ടിയേക്കുന്നത്. ശരിയല്ലേ? ഇനി നമ്മൾ വീണ്ടും ഡീറ്റൂർ ഡയമീറ്ററിലോട്ട് വരാം. ഡീറ്റൂർ ഡയമീറ്റർ ഈക്വൽ ടു ഡീറ്റൂർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി എന്നാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വെച്ച് ഇത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു ഡബ്ല്യു പ്ലസ് ഡി ഓഫ് ഡബ്ല്യു വി എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ,
ജസ്റ്റ് നമ്മൾ ഡയമീറ്റർ എടുക്കുന്നു, ഡയമീറ്ററിനോട് ഈക്വൽ ആയിട്ടുള്ള ഡീറ്റൂർ ഡിസ്റ്റൻസ് എടുക്കുന്നു, അവിടെ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇതിലത്തെ ഓരോ വാല്യൂവും നമ്മൾ റേഡിയസ്, അതായത് ഡീറ്റൂർ റേഡിയസ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ എന്തായിരുന്നു, നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വെച്ച് 2 ഡീറ്റൂർ ഡിസ്റ്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ. അപ്പോൾ അതിൽ ഓരോ ഡീറ്റൂർ ഡിസ്റ്റൻസും എന്താണ്, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു, ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ് എന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഓരോ ഡീറ്റൂർ ഡിസ്റ്റൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡീറ്റൂർ റേഡിയസ് ആണ്. അപ്പോൾ ആ 2 ഡിസ്റ്റൻസിനും നമ്മൾ എന്ത് ചെയ്യും, അതായത് ഡബ്ല്യൂയിൽ നിന്ന് എക്സിലേക്കുള്ള എല്ലാ ഡീറ്റൂർ ഡിസ്റ്റൻസുകളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡീറ്റൂർ റേഡിയസ് ആണ്. അപ്പോൾ ഈ 2 വാല്യൂവിൽ നമ്മൾ ഡീറ്റൂർ റേഡിയസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡീറ്റൂർ റേഡിയസ്. അപ്പോൾ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഡീറ്റൂർ ഡയമീറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡീറ്റൂർ റേഡിയസ് എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റൂർ റേഡിയസും ഡീറ്റൂർ ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇതെല്ലാം കണക്റ്റഡ്, എല്ലാ നോൺ ട്രിവിയൽ കണക്റ്റഡ് ഗ്രാഫുകൾക്കും ഇത് ശരിയാണ്. ഓക്കെ, താങ്ക് യു.